ഹലോ എവരിവൺ. അപ്പോൾ നമുക്കൊന്നൊരു സൺഡേ ലഞ്ച് റെഡിയാക്കിയാലോ? സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു മിക്സഡ് ഫ്രൈഡ് റൈസാണ് നമ്മളിന്ന് സെറ്റാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ വെജീസ് എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് എടുക്കുന്നത് ബസ്മതി റൈസാണ്. അത് നമ്മൾ കഴുകി സെറ്റാക്കി പട്ട, ഗ്രാമ്പു, ഇല, നെയ്യ് എല്ലാം കൂടെ വെള്ളം തിളപ്പിച്ച് അതിനകത്ത് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റൈസിന് സൈഡ് ഡിഷായിട്ട് നമ്മളിന്ന് കോളിഫ്ലവർ ഫ്രൈയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിലൊന്ന് ജസ്റ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ രസ്ന കലക്കി കുടിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അരി വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഊറ്റാൻ മാറ്റി വെച്ച് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ പാനിൽ എണ്ണയും ആവശ്യത്തിന് നെയ്യും ചേർത്ത് സവാള, ക്യാബേജ്, ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ തക്കാളി, ക്യാപ്സിക്കം, പച്ചമുളക്, അതും കൂടെ വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ പീസ് അങ്ങനത്തെ ഉള്ള വെജീസൊക്കെ ചേർക്കാം. ഞങ്ങളിപ്പോൾ ഇത്രയും വെജീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ തന്നെ കളർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഇതും ഒന്ന് വഴറ്റി വയ്ക്കാം. ഇത് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് സൈഡിൽ 4 മുട്ട ഒരു പാത്രത്തിൽ പൊട്ടിച്ചിട്ടിട്ട് ആവശ്യത്തിനുള്ള കുരുമുളക്, ഉപ്പ് എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് മാറ്റി വെച്ച് ഇത് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ വെജീസ് എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വഴണ്ടി വന്നതിന് ശേഷം ഇനി നമുക്ക് ചേർക്കാനുള്ളത് പൊടികളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇതിൽ. ഇവിടെ ആകെ നമ്മൾ കുരുമുളക് അങ്ങനത്തെ ഐറ്റംസൊക്കെ വേറെ പൊടികളൊന്നും നമ്മുടെ മിക്സഡ് ഫ്രൈഡ് റൈസ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ സോസാണ് മെയിൻ ഐറ്റംസ്. അപ്പോൾ നമ്മുടെ ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ് ഇത് മൂന്നും ചേർത്ത് ഒന്ന് വഴറ്റി വയ്ക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് മുട്ട ചിക്കിയത് വേണം. അപ്പോൾ ഈ വെജീസിൻ്റെ മിക്സ് ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ട മിക്സ് ചെയ്തെടുത്ത് ചിക്കാം ഒരു പാത്രത്തിലെടുത്തിട്ട്. ആ ചിക്കിയ മുട്ടയും കൂടെ നമ്മുടെ വെജീസിൽ ചേർക്കുക. ഇത്രയുള്ള നമ്മുടെ പണി. ഏറ്റവും സിമ്പിളായിട്ടുള്ള മിക്സഡ് ഫ്രൈഡ് റൈസാണ്. ഇനി നമുക്ക് റൈസായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. സോ നമ്മുടെ വെജീസ് ഒന്ന് മാറ്റി വെച്ചിട്ട് പാനിൽ നമ്മൾ നെയ്യ് ഒഴിച്ച് നമ്മൾ ഓൾറെഡി ഊറ്റി വെച്ചിരുന്ന റൈസ് അങ്ങോട്ട് ഇടുക. ഒന്ന് സോട്ട് ചെയ്ത് മാറ്റി നീക്കിയിട്ട് അതിനകത്ത് നമ്മുടെ വെജീസ് ഇടുക. അങ്ങനെ മിക്സ് ചെയ്ത് ഇടയ്ക്ക് കുറച്ച് ആവശ്യത്തിന് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂസ് ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു, അത് മുകളിൽ കൂടെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോസ് ആവശ്യമുള്ളത് ചേർക്കാം. പിന്നെ നമുക്ക് സൈഡ് ഡിഷിന് മാറ്റി വെച്ച നമ്മുടെ കോളിഫ്ലവർ അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആയിട്ട് കിടിലം ലഞ്ചായിരുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ.